ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എൻ്റെ ഒരു ഇസ്രായേൽ സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലും പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ആരും എന്നെ പൊങ്കാലിടാൻ വരരുത്. എനിക്ക് അറിയുന്ന പോലെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒഫീഷ്യലായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയല്ല. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണിത്. ഞാനിവിടെ ഇസ്രായേലിൽ വന്നിട്ട് ഈ ഡിസംബർ ആകുമ്പം 2025 ഡിസംബർ ആകുമ്പോൾ 6 വർഷം കംപ്ലീറ്റ് ആകും. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ 4ാമത്തെ ജോബാണ്. ഞാൻ ഇസ്രായേലിലേക്ക് അങ്ങനെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരാളേ അല്ല സത്യം പറഞ്ഞാൽ. അതൊക്കെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഓരോ നിമിത്തം മാത്രമാണ് ഞാനിവിടെ ഇസ്രായേലിൽ ഇന്നിവിടെ ഇരിക്കാൻ കാരണം ഞാൻ നാട്ടിലെവിടെയെങ്കിലും പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ലാത്ത ആളായിരുന്നു. നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്യണം, ജീവിക്കണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. നാട് വിട്ടു പോകാൻ എനിക്ക് തൊട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അതങ്ങനെ വന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എൻ്റെ സിസ്റ്റർ ഇൻ ലോസൊക്കെ ഇവിടെ ഇസ്രായേലിലായിരുന്നു. പിന്നെ എൻ്റെ ചെറിയ കൊച്ചിന് 2.5 വയസ്സായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോരുന്നത്. അതുവരെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അങ്ങനെ പോരേണ്ട ഒരു ഇതോ അങ്ങനെ ഞാൻ വിചാരിച്ചേ ഇല്ല. അപ്പോൾ ഇവരൊക്കെ ഇവിടെ കുഴപ്പമില്ല പോരെ അങ്ങനെയൊക്കെ ഇവരെന്നോട് ഇടയ്ക്ക് സംസാരിക്കുമായിരുന്നു. എന്നാലും ഞാൻ ആദ്യം അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചത് പോയി നോക്കാമല്ലോ, രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ. നാട്ടിൽ എന്തൊക്കെയായാലും അറിയാമല്ലോ എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാണ്. അപ്പം നമ്മളൊരു ജോലിക്ക് പോയാൽ എന്ത് കിട്ടും നമുക്കറിയാമല്ലോ. അപ്പോൾ കുറച്ച് കാലം ഇവിടെ വന്ന് ഒരു 5 വർഷം നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ 5 വർഷം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അങ്ങനെ ഒരു എല്ലാവരും പോകുന്ന പോലെ തന്നെ അങ്ങനെയാണ് ഞാനും ഒരു പ്രവാസിയായത്. ഇവിടെ ഇസ്രായേലിൽ എത്തിയതും ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ളൊരു കാര്യമല്ല. എല്ലാവർക്കും അറിയാം, വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിപ്പോൾ ഇങ്ങോട്ടൊന്നല്ല, എങ്ങോട്ട് പോകണേലും അതെ. അപ്പം അതിൻ്റെതായ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ തൊട്ട് തന്നെ 2019 എനിക്ക് തോന്നുന്നു ജനുവരി ഫെബ്രുവരി ഏകദേശം 1 വർഷം എടുത്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഏകദേശം 1 വർഷം എടുത്തു ഞാനിവിടെ എത്താൻ. അതിന് പേപ്പർ വർക്കും കാര്യങ്ങളും ഇട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അത് റെഡിയാക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഓടിയതും എല്ലാം റെഡിയാക്കിയതും ഒക്കെ. എന്തൊക്കെയായാലും കുറച്ച് കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇവിടെ എത്തി. എല്ലാവരും പറയുന്ന പോലെ എല്ലാം നിസ്സാരമല്ല. നമ്മൾ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നോ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കുണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഞാനും ഒത്തിരി കഷ്ടപ്പെട്ടു ഇവിടെ എത്താൻ വേണ്ടി. ഇൻ്റർവ്യൂവും കാര്യങ്ങളും അതിന് മുന്നേ നമുക്ക് ബോംബെയിൽ 20 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഏജൻറ്റിൻ്റെ വക ഞങ്ങൾക്ക് കൊല്ലത്ത് വെച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. ഏജൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ ആരാന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ എന്തൊക്കെയായാലും അവർ പിന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെയാണല്ലോ ഇവിടെ എത്തിപ്പെട്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ അവരെ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് അവർ മുഖാന്തരം ഞാനിവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ ബോംബെയിലെ ക്ലാസ് ഉണ്ടായിരുന്നു, 20 ദിവസത്തെ ക്ലാസ്. അപ്പം അവിടെ ചെല്ലുമ്പോഴും നമ്മൾ ഒത്തിരി ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് കുറേ ഉണ്ട്, അതെല്ലാം അറ്റൻഡ് ചെയ്തു. പിന്നെ ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് അത്യാവശ്യം മീൻസ് മാനേജ് ചെയ്യാൻ അറിയുന്ന ഏതൊരാൾക്കും നമുക്കിവിടെ എത്തിപ്പെടാൻ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും നമുക്കിവിടെ എത്തിപ്പെടാം. അങ്ങനെ 20 ദിവസത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. അവിടെ നിന്നെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി നാട്ടിലേക്ക് തിരിച്ചു പോയി. അതൊരു ജൂൺ മാസത്തിലായിരുന്നു എനിക്ക് ബോംബെയിലെ ക്ലാസ് ഉണ്ടായിരുന്നത്. ജൂൺ മാസത്തിൽ ക്ലാസ് കഴിഞ്ഞ് 20 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് നാട്ടിലെത്തി. പിന്നെ എനിക്ക് ഡിസംബറിലാണ് വിസ വരുന്നത്. 6 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. ഈ 6 മാസത്തിനിടയ്ക്ക് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല, പ്രാർത്ഥിക്കാത്ത സ്ഥലങ്ങളില്ല. നേർച്ചകളൊക്കെ കുറേ നേർന്നിട്ടുണ്ട്. ധ്യാനത്തിന് ഒത്തിരി, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ധ്യാനത്തിന് ഒത്തിരി പോയിട്ടുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പം അതെന്തൊക്കെയായാലും നമുക്ക് നേടിയെടുക്കണം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ നേരത്തെ ഇതിനെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിൽ കൂടി, പക്ഷെ നമ്മളിതിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയും അതൊന്ന് സക്സസ്ഫുൾ ആക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നമ്മൾ ചെറിയ പൈസ ഒന്നും കൊടുത്തിട്ടല്ല നമ്മളിങ്ങോട്ട് പോരുന്നത്.
അതുകൊണ്ട് എന്തൊക്കെയായാലും എല്ലാവർക്കും അറിയാമായിരിക്കും അട്ടപ്പാടി, ഞാൻ അട്ടപ്പാടിയിൽ പോയിട്ടുണ്ട്. അവിടെ വെച്ച് എപ്പോഴും പ്രാർത്ഥിച്ചൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. എൻ്റെ പാസ്പോർട്ട് എടുത്ത് വെച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ പോയി തിരിച്ചു വന്ന 2 ദിവസത്തിന് ശേഷം എനിക്ക് എൻ്റെ വിസ വന്ന കോളാണ് എനിക്ക് വന്നത്. അത് എനിക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫാദർ സേവ്യർ കൺവട്ടാലച്ചൻ്റെ ധ്യാനത്തിനാണ്, ഏകദിന കൺവെൻഷനാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ബോംബെക്ക് കയറി. അന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് അവിടുന്ന് ദുബായിൽ നിന്ന് അഫിഡവിറ്റും കാര്യങ്ങളെല്ലാം അയച്ചു തന്നു. പിന്നെ എൻ്റെ ഫാദറിനെയും കൂട്ടിയാണ് ഞാൻ ബോംബെക്ക് പോയത്. ബോംബെ ചെന്ന് അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു അവിടെ. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് സബ്മിഷനും കാര്യങ്ങളും പോയി എല്ലാവർക്കും അറിയാം. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. പിന്നെ എനിക്ക് ഒരാഴ്ച എങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ഈ ക്രിസ്മസിൻ്റെ സമയത്തായിരുന്നു. അപ്പം എംബസിയൊക്കെ ഇതായതുകൊണ്ട് അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇൻ്റർവ്യൂ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഫാദർ തിരിച്ചു പോയി. കറക്റ്റ് എൻ്റെ ഫാദർ തിരിച്ചു പോയ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. പിന്നെ എനിക്കറിയത്തില്ല അന്ന് ഞാൻ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്തു. ശരിക്കും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എനിക്കിപ്പോഴും എനിക്ക് നല്ല ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്തോ ഒരു ശക്തി എന്നെ നയിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്റ്റലിൽ കുറേ പിള്ളേരുണ്ടായിരുന്നെങ്കിലും അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിനും എല്ലാം ഡേറ്റ് കിട്ടി. അപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞില്ല കുറേ പിള്ളേരുണ്ടായിരുന്നെങ്കിലും ആ ഡേറ്റിന് ആർക്കും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ലോക്കൽ ട്രെയിൻ അവിടെയൊക്കെ അറിയാം, നമ്മുടെ ബോംബെയിലൊക്കെ അറിയില്ല എന്തൊരു തിരക്ക്. എനിക്കൊരു വീട് ഹിന്ദി അറിയത്തില്ല. ഹിന്ദി അറിയാത്ത ഞാൻ ഹിന്ദിയും പറഞ്ഞ് അതൊക്കെ ഒരു രസം തന്നെയാണ്. ഇപ്പോഴും ഓർക്കുമ്പം അത് എങ്ങനെ നടന്നു എന്ന് ഞാൻ ശരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഞാൻ പറഞ്ഞില്ല, എന്നോട് ദൈവം അനുഗ്രഹിച്ച് എന്നോട് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. പിന്നെ എനിക്കെന്തോ ഒരു ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്കങ്ങനെ പേടി തോന്നി. തലേദിവസമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. ഇപ്പം ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ നല്ലോണം പ്രാർത്ഥിച്ച് ഒരുങ്ങി തന്നെ ഞാൻ പോയത്. കാരണം നമ്മൾ പഠിക്കുന്നത് തന്നെ ആയിരിക്കണം ഇവർ ചോദിക്കണമെന്നൊന്നും നമുക്ക് ഒരു ഉറപ്പുമില്ല. നമ്മുടെ ഭാഗ്യം തന്നെയാണ് അവിടെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. വേറെ നമ്മൾ ഇനി എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ചെന്ന് എന്ത് വേറെ ഫേസ് കാണും, നമ്മളെല്ലാം മറന്നു പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എന്നോട് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. ഹസ്ബൻഡിൻ്റെ കാര്യം ചോദിച്ചു. ഇസ്രായേലിൽ പോകാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഹീബ്രു വേർഡ്സ് മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. പിന്നെ എന്നോട് പാസ്സായോ ഫെയിലായോ ഒന്നും അവിടെ നിന്ന് പറഞ്ഞില്ല. കാരണം അവിടെ നിന്ന് അതൊന്നും പറയത്തില്ലല്ലോ. നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്ന് നമ്മളെ വിട്ടു. പിന്നെ നമ്മുടെ ഏജൻസിയിൽ തിരിച്ചു വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കൺഗ്രാജുലേഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലായത്, ഉറപ്പിച്ചത്. പിന്നെ എനിക്കൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ അവർ ചോദിച്ചതിനൊന്നും ഞാൻ പറയാതെ ഇരുന്നിട്ടുമില്ല. അപ്പോൾ എന്തെങ്കിലും പാസ്സായം തന്നെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. പിന്നെ ഏജൻസി ചെന്നപ്പോൾ എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്പോർട്ട് റിലീസായി. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഏജൻസി എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട് കൂടെ പോരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ കൊച്ചും കൂടെ ഒരുമിച്ച് ഡിസംബർ 29 കയറി. 30 ഞങ്ങളിവിടെ എത്തി. ഇസ്രായേലിൽ ഒരു രാത്രിക്കാണ് വന്നിറങ്ങുന്നത്. അതൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. 6 വർഷമായെങ്കിലും ഇറങ്ങുന്നു. പിന്നെ നമ്മളെ കൊണ്ടുവന്ന ഏജൻറ്റിൻ്റെ റൂമിൽ ചെന്ന് നമ്മൾ ഒരു രാത്രി സ്റ്റേ ചെയ്യുന്നു. 31 തന്നെ രാവിലെ നമ്മുടെ ഏജൻറ്റ് തന്നെ ഞങ്ങളെ ഒരു ബസ്സിന് കയറ്റി വിട്ടു. ഇവിടുത്തെ ഏജൻസിയിൽ വന്നു. ആ ഏജൻസി വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ നമ്മുടെ ഫാമിലി വന്ന് എന്നെ വന്ന് ആരെയാണ് ഏത് ഫാമിലിയാണോ അത് ഏജൻസി വന്നിട്ട് അവരവർ വന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. എനിക്ക് മെയിൽ പേഷ്യൻ്റ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ആബയുടെ മകൾ എന്നെ വന്ന് കൂട്ടി. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം എത്തോപ്യൻ ഫാമിലി ആയിരുന്നു. എത്തോപ്യൻസ് ആയിരുന്നു. ആ വീട്ടിൽ അമ്മാമ്മയും അപ്പാപ്പനും ഒരു മകനും ഉണ്ടായിരുന്നു. അത് പിന്നെ ജോബ് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു 3 പേരുണ്ടാകുമെന്ന്. പിന്നെ നമുക്ക് നോയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കയറി പോരുക എന്നുള്ള ലക്ഷ്യം മാത്രം, നമുക്ക് ഇവിടെ എത്തിപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയൊക്കെ ബാക്കിയല്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. പക്ഷേ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം എന്നൊരു ആശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. നമുക്കൊന്ന് അത്യാവശ്യം ഒരു ആവശ്യം വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്ന ഇംഗ്ലീഷ് അറിയാമല്ലോ, ഒരാശ്വാസമായിരുന്നു ഉള്ളിൽ. പക്ഷെ ഞാൻ വന്നിറങ്ങിയ ഫാമിലിയിൽ മക്കൾക്കൊക്കെ അറിയായിരുന്നു. പക്ഷെ മക്കൾ കൂടെ നിൽക്കുന്നില്ല. ആ മകനാണ് മുഖത്ത് പോലും നോക്കാത്തൊരു മകൻ, റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തേ ഇല്ല. ഈ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ഒരു വേർഡ് ഇംഗ്ലീഷ് അറിയത്തില്ല. നമ്മൾ ഹീബ്രു പഠിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും വേർഡ്സ് മാത്രം നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ നെയിം അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ കയറി പോരുന്നത്. അല്ലാതെ നമ്മൾ കാര്യമായിട്ട് ഹീബ്രു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നില്ല.
ആബയായിരുന്നു ഞാൻ നോക്കേണ്ടത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ ജോബ് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഭയങ്കര വലിയൊരു അപ്പാപ്പനായിരുന്നു. എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, അപ്പാപ്പൻ ഡിമെൻഷ്യ പേഷ്യൻ്റ് ആയിരുന്നു. അമ്മാമ്മ നല്ല പാവം അമ്മാമ്മയായിരുന്നു. അതിപ്പോഴുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ ഒരു 4-5 മാസം കഴിയുമ്പോൾ കുറേ ഇഷ്യൂസൊക്കെ അവിടെ നിന്ന് എനിക്കുണ്ടായി. ഏജൻസിക്കാരൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പാപ്പനെ അറിയാതെ അപ്പാപ്പൻ്റെ സ്റ്റിക്ക് വെച്ച് പുള്ളിക്കാരൻ തല്ലണമെന്ന് വിചാരിച്ച് തല്ലിയതല്ല എന്നെ, പക്ഷേ എനിക്ക് കൊണ്ടു. അത് കുറച്ച് ഇഷ്യൂസായി. അങ്ങനെ ഏജൻസിക്കാർ വന്ന് എന്നെ ഇറക്കി. പിന്നെ വേറെ ജോബിന് കയറി. അങ്ങനെ കയറി ഇപ്പോൾ 4ാമത്തെ ജോബാണ്. ഈ അമ്മച്ചിയുടെ കൂട്ടിയിട്ട് 2 വർഷമാകുന്നു. ഈ ഡിസംബറിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. നല്ല നല്ല എക്സ്പീരിയൻസസ് ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ പിന്നെ സാഡായിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് അങ്ങനെയും ഉണ്ട്. പിന്നെ എല്ലാം സഹിച്ച് പിടിച്ച് നല്ല മനക്കെട്ടി വേണം. അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ട ഒരു കാര്യമാണ് മനക്കെട്ടി. മനസ്സ് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. പക്ഷേ എനിക്ക് നല്ലോണം ഇപ്പോൾ എൻ്റെ മനസ്സൊക്കെ കൈവിട്ട് പോയി തുടങ്ങി. ഈ 6 വർഷം ആയതുകൊണ്ടായിരിക്കും. എനിക്കിപ്പോൾ ഒരു നിമിഷം ഇവിടെ നിൽക്കണം എന്ന് തോന്നുന്നില്ല. എനിക്ക് നാട്ടിൽ തിരിച്ചെത്തിയാൽ മതി. ഈ നാട് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് പോയി വന്നേ പിന്നെ എനിക്കറിയത്തില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന്. പക്ഷേ ഞാൻ പിടിച്ച് നിൽക്കും. ഞാൻ എന്തായാലും അടുത്ത വർഷം നിർത്തിപ്പോകാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിരിക്കുവാണ്. മതി. ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് എനിക്കിവിടെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ദൈവം തന്നെ എന്നെ നിയന്ത്രിച്ച് കൈപിടിച്ച് നടത്തി. ഇനി എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്താ വലിച്ചു നീട്ടിയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. പൊങ്കാലയിടാൻ വരരുത് ദൈവത്തെ ഓർത്ത്. ഞാനിവിടെ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. എല്ലാവർക്കും വേറെ വേറെ എക്സ്പീരിയൻസസ് ആയിരിക്കും. ഇതെൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.